ബലപ്രയോഗത്തിലൂടെ ശ്രമിച്ച എന്നെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വായിട്ടിട്ട് നാവിക്കിട്ട് ചവിട്ടിയവനെ ആ ദേവിനെന്തെന്ന് പോലീസുകാരൻ എന്തേ അവനെ വിളിക്കാദ്യം മര്യാദ കേടല്ലേ. ഞാൻ എല്ലാവരും അനുനയിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം. വയറ്റത്തിൽ ഇടിക്കാൻ പോവാ. ഞങ്ങൾ സമാധാനപരമായി സമരം പിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ച എന്നെ ഒരു ദേവി പോലീസുകാരൻ വന്ന് ആക്രമിക്കുകയായിരുന്നു. പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. ബസ്സിനുള്ളിൽ പോലീസ് വാഹനത്തിനുള്ളിൽ കയറ്റിക്കൊണ്ട് പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. എന്നാൽ ഈ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിൽ പോലീസുമായി വലിയ രീതിയിലുള്ള ഒരു സംഘർഷം പ്രവർത്തകരും പോലീസും തമ്മിലുണ്ട്. ഈ അറസ്റ്റിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തകരുടെ നീക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ഇപ്പോഴും ഈ വാഹനത്തിന് വെളിയിലെല്ലാം തന്നെ തൂങ്ങിക്കിടന്നുകൊണ്ടാണ് ഈ പ്രവർത്തകർ അത്യന്തം അപകടകരമായ രീതിയിൽ തന്നെയാണ് ഈ പ്രവർത്തകരെ ഇപ്പോൾ ഇവിടെ നിന്നും നീക്കം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. വാഹനത്തിനുള്ളിലേക്ക് പോലും പ്രവർത്തകരെ പൂർണ്ണമായും കയറ്റിയിട്ടില്ല. വാഹനത്തിന് പുറമേ ആ വാതിലിലൊക്കെ തൂങ്ങി നിന്നുകൊണ്ടാണ് ഇപ്പോഴും പ്രവർത്തകർ ഇവിടെ നിന്നും മാറുന്നത്. ഒരുപക്ഷെ പ്രവർത്തകരെല്ലാം തന്നെ വാഹനത്തിന് വെളിയിൽ നിന്നും പുറത്തേക്ക് വീഴാനുള്ള സാധ്യതകളുണ്ട്. പ്രവർത്തകർ ഈ വാഹനം തടയുന്നുകൊണ്ട്, അതായത് ഈ വാഹനത്തെ മുന്നോട്ട് കടക്കാൻ സമ്മതിക്കുന്നില്ല. പ്രവർത്തകർ വാഹനത്തിന് മുന്നിൽ കയറി നിന്നുകൊണ്ട് വീണ്ടും ഈ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഈ ഒരു പ്രവർത്തനത്തെ പ്രതിരോധിക്കുന്ന നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട്. ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MP പ്രവീണിനെ പോലീസിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു പോലീസുമായുള്ള ഈ ഒരു സംഘർഷത്തിൽ ജില്ലാ പ്രസിഡന്റിന്റെ ഷർട്ടടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കീറിയിരിക്കുന്നതിനൊക്കെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുകയും വളരെ ബലപ്രയോഗത്തിൽ തന്നെയാണ് പോലീസ് ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും നീക്കം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രതിഷേധം ആരംഭിച്ചപ്പോൾ തന്നെ ജലപീരങ്കിയുടെ പ്രയോഗം പോലീസ് നടത്തി. ഏകദേശം 5 റൗണ്ട് തുടർച്ചയായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നെയും പിൻവാങ്ങാതിരുന്ന പ്രവർത്തകരെ ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് MP പ്രവീണിനെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഈ പ്രതിഷേധത്തിന് മുന്നിൽ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ്. ഇദ്ദേഹത്തെ ആദ്യം പോലീസ് ജീപ്പിൽ കയറ്റിയതായിരുന്നു. എന്നാൽ ഈ വാഹനം, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വാഹനം പൂർണ്ണമായും അടയ്ക്കാനോ ഒന്നും തന്നെ പോലീസിന് കഴിഞ്ഞില്ല. ഈ വാഹനത്തിന്റെ വാതിലിൽ തൂങ്ങി നിന്നെയാണ് പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ നിന്നും നീക്കിയത്. അത് ഒരു അപകടകരമായ രീതിയിൽ തന്നെയാണ് ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MP പ്രവീണിനെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് ഇവിടെ നിന്നും നീക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. മറ്റ് പ്രവർത്തകരും എല്ലാം തന്നെ ഇവിടെ ഇപ്പോഴും തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. നിരവധി പ്രവർത്തകർക്ക് ഈ പോലീസുമായുള്ള ഈ ഒരു പ്രതിഷേധത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ജലപീരങ്കി പ്രയോഗത്തിലും ഒപ്പം തന്നെ എല്ലാം തന്നെ സമരം ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പോലീസുമായി കാര്യം ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ MP പ്രവീൺ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രവർത്തകരെ അനുനയിപ്പിച്ചുകൊണ്ട് ഈ സമരം അവസാനിപ്പിച്ചുകൊണ്ട് നീങ്ങാനുള്ള ഒരു ശ്രമം ഈ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ ആ നീക്കവും തടഞ്ഞുകൊണ്ടാണ് പോലീസ് ബലപ്രയോഗത്തിലൂടെ ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും നീക്കാനുള്ള ശ്രമമുണ്ട്. ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു വാക്കുതർക്കമാണ്. അത് ഒരു ബലപ്രയോഗത്തിലേക്ക് പോലീസ് പ്രവർത്തകരിൽ നിന്നും ഈ പ്രധാന ജംഗ്ഷനിൽ നിന്നും ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. ഒരു 4 റോഡ് കൂടി ചേരുന്ന ഒരു മേഖലയാണ് ഈ ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി നിൽക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത്. അവിടെയാണ് DMO ഓഫീസ് എല്ലാം തന്നെ ഉള്ളത്. ഇതിനുള്ളിലേക്കാണ് പോലീസ് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഈ റോഡുകളെല്ലാം തന്നെ ഇപ്പോൾ ഗതാഗതക്കുറിപ്പ്, ഈ മേഖല വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഏകദേശം അരമണിക്കൂറിന് മുകളിലായി ഈ ഒരു പ്രതിഷേധം ഇവിടെ തുടരുന്നുണ്ട്. ഇപ്പോഴും പിൻവാങ്ങാൻ തയ്യാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്ത് കാര്യത്തിൽ അടിച്ചത്? എന്നെ 100 പോലീസ് അടിച്ചിട്ടുണ്ട് ഇവിടെ. അത് ബാരിക്കേഡ് മറികടന്നപ്പോഴാ. പക്ഷെ ഇപ്പോ അനാവശ്യമായി ചവിട്ടി നാവ് കലക്കി എനിക്ക് അതിൽ മൂത്രം പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഭയങ്കര വേദന. ആവശ്യമില്ലാതെ നമ്മുടെ ചവിട്ടിന്റെ കാര്യം എന്താ? അപ്പൊ DYFI ഗുണ്ടകളെ പോലീസിൽ തിരികെ കയറ്റി PSC വഴി തിരികെ കയറ്റിയിട്ട് ഞങ്ങളെ യൂത്ത് കോൺഗ്രസ് അടിക്കുന്ന അവനെ സംരക്ഷിക്കാൻ നോക്കണ്ട സാർ. അവനെ സംരക്ഷിക്കാൻ 12 ബലം പിടിക്കല്ലേ. ഞാൻ പറയട്ടെ, മാധ്യമങ്ങളോട് പറയട്ടെ. ഞാൻ പറഞ്ഞിട്ട് താഴെ പോവാം. ഇല്ല, ഞാൻ അവിടെ സമാധാനപരമായി സമരം ചെയ്തിരുന്നവരെ മാറ്റിയാണ്. എന്തിനു വേണ്ടി ഞങ്ങൾ അടിച്ചു? എന്തിനു വേണ്ടി എന്നെ ചവിട്ടി? ഈ പ്രവർത്തകരെ കയറ്റിയ വാഹനം ഇവിടെ നിന്ന് നീക്കാനായി പോലീസിന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ പ്രവർത്തകർ ഈ വാഹനത്തിന് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് ചെയ്ത് നീക്കിയ പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റാൻ ഈ പോലീസ് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യം ഈ കയറ്റിയ വലിയ വാഹനത്തിലും പ്രവർത്തകരെല്ലാം തന്നെ കയറിയിട്ടും അവിടെ നിന്നും നീക്കം ചെയ്യും, ഈ റോഡിൽ നിന്നും നീക്കം ചെയ്യാൻ പോലീസ് ഏറെ ശ്രമപ്പെട്ടാണ് നീക്കം ചെയ്തത്. ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് കയറിയിരിക്കുന്ന വാഹനം ഇവിടെ ഇതേപോലെ തന്നെ ഈ പ്രവർത്തകർ മുന്നിൽ നിന്നും തടയുന്നുണ്ട്. ഈ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമത്തെയാണ് പ്രവർത്തകർ സംഘം ചേർന്നുകൊണ്ട് തടയുന്നത്. മാധ്യമങ്ങളോട്
മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ജില്ലാ പ്രസിഡന്റ് ബി പ്രവീൺ പറഞ്ഞതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്നും ക്രൂരമായ മർദ്ദനം ഉണ്ടായിരിക്കുന്നു പ്രവർത്തകർക്കെന്നാണ് പറയുന്നത്. ജില്ലാ പ്രസിഡന്റ് അടക്കം മർദ്ദനമേറ്റ കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നത്. ഏകദേശം അരമണിക്കൂറോളമായി ഈ ജില്ലാ ജനറൽ ആശുപത്രിയുടെ മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു പ്രതിഷേധ സമരം പൂർണ്ണമായും സംഘർഷത്തിലേക്ക് നീങ്ങിയെന്ന് തന്നെ പറയാൻ കഴിയും. പോലീസിന്റെ തുടർച്ചയായുള്ള ജലപീരങ്കി പ്രയോഗത്തിൽ തന്നെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ പരിക്കേറ്റ പ്രവർത്തകരെല്ലാം തന്നെ ആദ്യം തന്നെ പോലീസ് ഈ വാഹനത്തിൽ കയറ്റി ഇവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. കനത്ത സുരക്ഷാ സംവിധാനത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധം നടന്നത്. ജില്ലയിലെ സമീപത്തുള്ള സ്റ്റേഷനിൽ നിന്നെല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ജില്ലാ ആശുപത്രിയുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് കടക്കാതിരിക്കാൻ പ്രവർത്തകർ ആശുപത്രിയുടെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാനുള്ള ബാരിക്കേഡ് സംവിധാനമെല്ലാം തന്നെ പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും പൂർണ്ണമായും ഈ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിലുള്ള മുഴുവൻ പ്രവർത്തകരെയും ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് പ്രവർത്തകർ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. ഇപ്പോൾ ഈ സമരമെല്ലാം അവസാനിപ്പിച്ച് ഇവിടെ നിന്നും പ്രവർത്തകർ പിൻവാങ്ങാനുള്ള ഒരു ശ്രമമാണ് ലക്ഷ്മി. വലിയ പ്രതിഷേധം തന്നെയാണ് അവിടെ നടന്നത്. പോലീസ് ബലപ്രയോഗം നടത്തി, പോലീസ് മർദ്ദിച്ചു, ചവിട്ടി എന്നൊക്കെ ആരോപിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അവർ ബലപ്രയോഗത്തിലൂടെ അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. ആലപ്പുഴയിലാണ് ഈ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ പ്രതിഷേധിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് ആലപ്പുഴയിൽ നടന്നത്. ആലപ്പുഴ ജില്ലാ ആശുപത്രിയിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ച്. അത് സംഘർഷത്തിൽ കലാശിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പോലീസുമായി വാക്കേറ്റമുണ്ടായി, ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. പോലീസ് 2 റൗണ്ട് ജലപീരങ്കി അവിടെ പ്രയോഗിച്ചു, 3 റൗണ്ട് ജലപീരങ്കി അവിടെ പ്രയോഗിച്ചു. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കയ്യേറ്റ ശ്രമമുണ്ടായി, മർദ്ദന ശ്രമമുണ്ടായി, മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ആരോപിക്കുന്നത്. അവരെ ബലപ്രയോഗത്തിലൂടെയാണ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റിയത്. ഹരിത ബാബു സംസാരിക്കുന്നു അതിലേക്ക്. വനിതാ പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചിട്ടുണ്ട്. വനിതാ പ്രവർത്തകരെയും പോലീസ് വളരെ ക്രൂരമായിട്ട് അവരെ വലിച്ചഴച്ചു. ഒരാൾക്ക് 7 or 8 പോലീസുകാരാണ് അവരെ വലിച്ചഴിച്ചുകൊണ്ട് പോയത്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള സഹപ്രവർത്തകരെ വളരെ മോശമായ രീതിയിലുള്ള മർദ്ദനമാണ്. ഏറ്റവും ഇന്നത്തെ മാർച്ചിനെ സംബന്ധിച്ചിടത്തോളം മാർച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് ജലപീരങ്കി പ്രയോഗിച്ചു. ഏറ്റവും സമാധാനത്തോടു കൂടി പോയ മാർച്ചിൽ പോലീസുകാരാണ് ഇന്ന് ഏറ്റവും വലിയ അക്രമം അഴിച്ചു വിട്ടിട്ടുള്ളത്. സമാധാനപരമായി നടന്ന ശ്രമത്തിന് നേർക്ക് പോലീസിന്റെ അക്രമ ശ്രമം ഉണ്ടായി എന്നാണ്. പോലീസ് കയ്യേറ്റം ചെയ്തു പ്രവർത്തകരെ എന്നുള്ള ആരോപണമാണ് അവർ അവിടെ ഉയർത്തുന്നത്. ദേവൻ തുടരുന്നുണ്ട്. ദേവൻ, പ്രവർത്തകർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടോ? അവർ ആരോപിക്കുന്നത് അനുസരിച്ച് അവരെ കയ്യേറ്റം ചെയ്തു എന്നാണ്. സമാധാനപരമായി നടന്ന സമരത്തിലേക്ക് പോലീസിന്റെ കയ്യേറ്റ ശ്രമം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം. എന്താണ് ശരിക്കും സംഭവിച്ചത്? ലക്ഷ്മി, ഏകദേശം 12 മണിയോട് കൂടിയാണ് ജില്ലാ ജനറൽ ആശുപത്രിയുടെ മുന്നിലേക്ക്, ഈ കാണുന്നതാണ് ജില്ലാ ജനറൽ ആശുപത്രിയുടെ മുൻഭാഗം എന്ന് പറയുന്നത്, അവിടേക്കാണ് ഈ പ്രവർത്തകർ ഈ പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധത്തിൻ്റെ ഉദ്ഘാടകനായി ഉണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കെ മുരളി തന്നെ ആയിരുന്നു. അദ്ദേഹം എത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങിയ ശേഷമാണ് ഈ പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തിയത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പോലീസ് ഈ പ്രവർത്തകർ ഇതിലേക്ക് ഈ സമരം ആരംഭിച്ചപ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ദേവൻ എം പിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ആലപ്പുഴയിൽ